കുത്തിയൊഴുകിയെത്തിയ മലവെള്ളത്തിൽ നിന്ന് അത്ഭുതകരമായാണ് കൈക്കുഞ്ഞുമായി റമീനയും കുടുംബവും രക്ഷപ്പെട്ടത്. മലവെള്ളം വീടിന്റെ ഭിത്തി തകർത്ത് അകത്തേക്ക് അടിച്ചു കയറിയപ്പോൾ വീടിന്റെ ടെറസിൽ കയറി നിന്നു. അവിടെ നിന്നും നീന്തി അയൽവീട്ടിലുമെത്തിയാണ് ഈ കുടുംബം രക്ഷപ്പെട്ടത്. 3 മാസമാണ് റമീനയുടെ ഇളയ കുഞ്ഞിന്റെ പ്രായം. റമീനയും ഭർത്താവും മുണ്ടക്കൈപ്പടിയിലാണ് താമസിക്കുന്നത്. പ്രസവത്തിനായാണ് ചൂരൽമലയിലെ വീട്ടിലെത്തിയത്. ഇളയ കുഞ്ഞിന് 3 മാസം പ്രായവുമായി. കഴിഞ്ഞ വർഷം ലൈഫ് പദ്ധതിയിൽ ഉപ്പ ആനമാറി ഇസ്മായിൽ പൂർത്തിയാക്കിയ കൊച്ചു വീടാണ് പ്രളയം എടുത്തത്. ഉമ്മ ഖൈറുന്നീസയും റമീനയുടെ ഭർത്താവ് ഷംസീറും മകൻ ഷിറാസും സംഭവസമയം വീട്ടിലുണ്ടായിരുന്നു. പാതിരാത്രി വലിയ ശബ്ദം കേട്ട് ഉപ്പയാണ് ആദ്യം ഉണർന്നത്. എന്തെന്നറിയാൻ അടുക്കള ഭാഗത്തേക്ക് പോയി നോക്കിയപ്പോൾ ഒരു വശം ഇടിഞ്ഞ് വെള്ളം അകത്തേക്ക് ഇരച്ചു കയറുന്ന കാഴ്ചയാണ് കണ്ടത്. ഉടൻ തന്നെ എല്ലാവരെയും വിളിച്ചുണർത്തി ടെറസിലേക്ക് കയറ്റി. അല്പസമയം കഴിയും മുൻപേ മുണ്ടക്കയിൽ നിന്ന് മൂത്ത മകളുടെ വിളിയെത്തി. വലിയ ഉരുൾപൊട്ടലാണ്, സൂക്ഷിക്കണേ. നിമിഷങ്ങൾക്കുള്ളിൽ പ്രദേശമാകെ ചെളി വന്ന് നിറഞ്ഞു. ഇനി വീട്ടിൽ നിൽക്കുന്നത് സുരക്ഷിതമല്ലെന്ന് മനസ്സിലാക്കിയതോടെ ഉപ്പയും ഭർത്താവും ചേർന്ന് പിടിച്ചിറക്കി. ചെളിയും കല്ലും മരങ്ങളും ഒഴുകിയെത്തി ഒന്നും മനസ്സിലാകാത്ത സ്ഥിതി. ചുറ്റും ഇരുട്ട്, ഇടയ്ക്കിടെ കുത്തൊഴുക്ക്. എങ്ങനെയൊക്കെയോ സമീപത്തെ വീട്ടിലെത്തി. ഭാഗ്യത്തിന് ആ വീട് ഉരുൾ ബാക്കി വെച്ചു. സൈന്യമെത്തിയാണ് അവിടെ നിന്നും രക്ഷപ്പെടുത്തിയത്. ആ വരവിൽ കണ്ട കാഴ്ചകൾ കണ്ണിൽ നിന്ന് മായുന്നില്ല. അയൽക്കാരും ബന്ധുക്കളും ഉൾപ്പെടെ 24 പേരുടെ മൃതദേഹങ്ങൾ രക്ഷാപ്രവർത്തകർ മാറ്റുന്നത് ഞങ്ങൾ കണ്ടു. ഇനി ആ നാട് ഞങ്ങൾക്ക് വേണ്ട. ആ ഓർമ്മകളിലേക്ക് ഇനി മടങ്ങില്ല. ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നിറങ്ങിയാൽ എങ്ങോട്ട് പോകുമെന്ന് അറിയില്ല. വേറെ എവിടെയെങ്കിലും കൊച്ചു കൂര പണിയാൻ ആരെങ്കിലും താങ്ങാവുമായിരിക്കും. നിറകണ്ണുകളോടെ റമീന പറഞ്ഞു നിർത്തി. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.